കുടുംബ പ്രശ്നങ്ങൾ ജീവനെടുക്കുന്ന എത്രയെത്ര സംഭവങ്ങൾക്ക് കേരളം സാക്ഷിയായിട്ടുണ്ട്. നവംബർ 24-ന് അർദ്ധരാത്രി കൊല്ലം കരിക്കോട്ട് നടന്നത് അതിക്രൂര കൊലപാതകമാണ്. കൊല്ലപ്പെട്ടത് അപ്പോളോ നഗർ സ്വദേശി കവിത. ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലയ്ക്കടിച്ചു കൊന്നത് ഭർത്താവ് മധുസൂദനൻ പിള്ള. കാരണങ്ങൾ ഏതുമില്ലാതെ നടത്തിയ കൊലപാതകമെന്ന് കൊലയാളി നൽകിയ മൊഴി. നവംബറിലെ ക്രൂര കൊലപാതകം. ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കേട്ടാണ് കരിക്കോട്ടെ ജനങ്ങൾ ഉണർന്നത്. അവരുടെ നാട്ടിൽ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. ഭർത്താവ് സ്വന്തം ഭാര്യയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു, അതും ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച്. കാരണം എന്താണ് എന്ന് മാത്രം ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. കൊല്ലപ്പെട്ടത് 46-കാരിയായ കവിത എന്ന വീട്ടമ്മ. കൊലപ്പെടുത്തിയത് ഭർത്താവ് മധുസൂദനൻ പിള്ള. മധുസൂദനൻ പിള്ളയും കവിതയും വളരെ സ്നേഹത്തോടു കൂടിയായിരുന്നു താമസിച്ചിരുന്നത്. ഒരു തരത്തിലുള്ള അലോഹ്യവും ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇത്ര ക്രൂരമായ ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത്? ആളുകൾ വന്ന് പറയുമ്പോഴാണ് അറിയുന്നത്. രാത്രി ഇവിടെയൊക്കെ പൊട്ടി കുറയ്ക്കുന്നതായിട്ട് ഇവിടെ മറ്റു കുഴപ്പമോ അവരെ സംബന്ധിച്ച് രണ്ടുപേരെയും പറ്റി ഒരു കുഴപ്പമില്ല. എങ്ങോട്ടും ആ കൊച്ചിറങ്ങി പോകത്തില്ല. പോയ രണ്ടുപേരെ പുറത്തോടും എന്താ സംഭവിച്ചെന്നുള്ള കാര്യം നമുക്ക് അറിയാം. ഈ പരിസരത്തുകാർക്ക് പോലും അറിയത്തില്ല ഇവിടെ ഒരു ബഹളം നടന്നപ്പോൾ. പുലർച്ചെ ഏതാണ്ട് 1 മണിയോട് കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. ആ സംഭവ സമയത്ത് മകളും മധുസൂദനൻ പിള്ളയുടെ സഹോദരിയും വീട്ടിലുണ്ടായിരുന്നു. കവിതയുടെ വലിയ നിലവിളി കേട്ടാണ് മകൾ ഓടി വരുന്നത്. ആ സമയത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സ്വന്തം അമ്മയെയാണ് ആ പെൺകുട്ടി കാണുന്നത്. പേടിച്ച് നിലവിളിച്ചുകൊണ്ട് സമീപത്തെ വീട്ടിലേക്ക് ആ കുട്ടി ഓടിപ്പോവുകയും സമീപവാസികളെ വീട്ടിൽ നിന്ന് വിളിച്ചുണർത്തി കാര്യങ്ങൾ പറയുകയുമായിരുന്നു. അങ്ങനെയാണ് തൻ്റെ അമ്മയെ അച്ഛൻ കൊലപ്പെടുത്തി എന്നുള്ള കാര്യം ആ കുട്ടി അറിയുന്നത്, ഒപ്പം തന്നെ നാട്ടുകാരെ അറിയിക്കുന്നത്. സ്നേഹനിധിയായ ഭാര്യയെ കൊലപ്പെടുത്തിയത് മധുസൂദനൻ പിള്ള എന്ന് പറയുന്ന ഭർത്താവാണ്. എന്തു തന്നെ ആയാലും കൊലപാതകത്തിന് ഒരു കാരണം കാണും. അതിനെക്കുറിച്ച് പോലീസ് പല തവണ അയാളോട് ചോദിച്ചു. പക്ഷേ അയാൾ ഒരു തരത്തിലുള്ള മറുപടിയും പറയുന്നില്ല. അയാൾ പറയുന്നത് ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നയാളാണ് താൻ. ആ സമയത്ത് ഉണ്ടായ ഒരു മാനസികാവസ്ഥയിൽ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള കാര്യമാണ് ആ വ്യക്തി പറയുന്നത്. പക്ഷേ പോലീസിനെ കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കുകയാണ്. കാര്യം ഒരു കുഴപ്പവുമില്ലാത്ത ഒരു വീട്ടിൽ യാതൊരു തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നമോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത വീട്ടിൽ വളരെ സ്നേഹത്തോട് കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീയാണ് കൊല്ലപ്പെട്ടത്. അതിന് കാരണം കണ്ടെത്തുക എന്നുള്ളതിനാണ് പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതിൻ്റെ ഭാഗമായിട്ട് മകളെ അടക്കമുള്ള ആൾക്കാരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. എന്ത് തന്നെയായാലും വലിയ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്.